കേരളത്തിലെ ലൈഫ് മിഷൻ വീടുകളിൽ പതിക്കേണ്ട മോദി ചിത്രം മന്ത്രി KM ഷാജി തന്നെ നേരിട്ട് വീടുകളിൽ എത്തിക്കാൻ സാധ്യത. കാര്യം കേന്ദ്രമായിട്ട് ഒരു അൺഹെൽത്തി പോരാട്ടത്തിന് ഞങ്ങളില്ല. ഒരു ചിത്രം പതിക്കുന്ന കാര്യമല്ലേ, അതങ്ങ് പതിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ ചിത്രങ്ങൾ ഒട്ടിച്ചില്ലെങ്കിലും മോദിജിയുടെ ചിത്രം കൃത്യമായി ഒട്ടിച്ചിരിക്കണം. അത് ഒട്ടിക്കുന്നതിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇത്രയും കാലം ഹറാമായിരുന്ന മോഡി ഇനി മുതൽ ഞങ്ങളുടെ ഹലാൽ മോഡിയാണ്. ഹലാൽ മോഡിയുടെ ചിത്രങ്ങൾ വീടുകളിൽ പതിക്കണം. പതിച്ച് പടച്ചോനെ പോലെ കണ്ട് നിങ്ങൾ ആരാധിക്കണം. പോലെയുള്ള കാര്യം കോഴിക്കോട്ടെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMI ഇല്ല. അതിന് പറഞ്ഞ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പടച്ചോനൊപ്പം കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും എതിർത്ത് പറയേണ്ടതില്ല. കാര്യം നമ്മുടെ ദൈവതുല്യനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഈ നാട്ടിലെ നികുതി പണം ഉപയോഗിച്ച് വയ്ക്കുന്ന പാവപ്പെട്ടവരുടെ വീടുകളുടെ മുന്നിൽ പതിച്ചാൽ എന്താണ് കുഴപ്പം? ആർക്കെങ്കിലും വല്ലത് സംഭവിക്കൂ? അതങ്ങനെ ഇരിക്കണം. പാവങ്ങളുടെ വീടിന്റെ മുന്നിൽ നികുതി പണം വെച്ചിട്ടുള്ള ഫോട്ടോകൾ അത് വയ്ക്കുന്നത് നല്ലൊരു ഐശ്വര്യമാണ്. നമ്മുടെ നാട്ടിൽ ദൈവങ്ങളുടെയൊക്കെ ചിത്രം നിങ്ങൾ വീട്ടിൽ പതിക്കാറില്ലേ? അതുപോലൊരു ചിത്രം പതിക്കുക എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു പുതിയ പദ്ധതിയായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും ആരെങ്കിലും പതിക്കാതിരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും ചില കമ്മികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ടും പല വീടുകളിലും ചിലപ്പോൾ ഇത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് നേരിട്ട് തന്നെ 5 ലക്ഷം വീടുകളിലും മന്ത്രി നേരിട്ട് മോഡിജിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് പതിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അദ്ദേഹം തന്നെ എല്ലായിടത്തും പതിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി കാണിക്കുകയാണ്. എന്തൊരു മാറ്റമാണ്! ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ മടക്കി കൊണ്ടുവരാൻ വന്ന ഒരു മന്ത്രി മുതലാണ് എത്ര പെട്ടെന്നാണ് മാറിയത്. ഒറ്റ നോട്ടത്തിലും മുഖത്ത് നോക്കി ചുണ്ടനക്കി ED എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതോടുകൂടി മുണ്ടിന്റെ കക്കോടി പോലും അഴിച്ചിട്ട് അവിടെ മുട്ടുകുത്തി ഇരുന്ന് തൊഴുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിലെ വിസ്മയങ്ങൾ കണ്ടു വയ്യ. സംഘപരിവാറുകാരെ ചെറുക്കുന്ന രീതികളും അവരോടുള്ള പോരാട്ടങ്ങളും ഇത്രയും തീവ്രമായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കഴിഞ്ഞ 40 ദിവസങ്ങൾക്ക് മുന്നേ എന്തോരം വാക് പോരാട്ടങ്ങളായിരുന്നു. കേരളത്തിന്റെ എന്തോരം കാര്യങ്ങളിൽ കേന്ദ്രം തടസ്സം നിൽക്കുകയായിരുന്നു. ഇപ്പോ തടസ്സം നിന്നാൽ പോലും അടിയങ്ങൾക്ക് യാതൊരു പരിഭവമില്ല. എന്ത് വേണമോ അങ്ങ് ചെയ്തോളൂ, ഞങ്ങൾക്ക് തരേണ്ടതെല്ലാം ഇങ്ങ് തന്നാ മതി, ഞങ്ങൾ ഇവിടെ അങ്ങയുടെ പാതാര ബിന്ദങ്ങളിൽ കിടന്ന് സവർക്കറിസം ചെയ്തോളാമെന്ന് ലീഗിന്റെ തീപ്പൊരിമാരും കോൺഗ്രസുകാരും ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് സുഡാപ്പികളും മൗദൂദികളും ഒപ്പം തന്നെ മീഡിയ വണ്ണിലെ ഇരുട്ട് മുറിയിൽ ഇരിക്കുന്നവന്മാർക്കെല്ലാം അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയോ എന്ന സംശയം ഉണ്ടാകുകയാണ്. വച്ച നാവ് ഒരു മനുഷ്യരും എടുക്കാത്തൊരവസ്ഥ.